ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഉലുവായില ചേർത്ത് തേപ്പില ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഉലുവായുടെ ഇല എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇല ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ബോൾ എടുത്തിട്ട് അതിനകത്ത് 2 കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ 1 കപ്പ് കടലമാവ്, പിന്നെ 1 കപ്പ് തൈര്, പിന്നെ അരിഞ്ഞു വെച്ച ഉലുവായില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ചെടുത്ത പേസ്റ്റ് 1 സ്പൂൺ, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങളിട്ട് നമുക്കിത് നല്ലതുപോലെ ഇളക്കണം. തേപ്പില നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഉലുവയുടെ ഇല ഇവിടെ എല്ലാ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ നാട്ടിലത് കിട്ടുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇവിടെ അതിന് മേത്തി എന്നാണ് പറയുന്നത്. നല്ലതുപോലെ കുഴച്ച് സ്വല്പം ചൂടുവെള്ളം അതിനകത്തൊഴിച്ച്, സ്വല്പം ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. ഇതൊഴിച്ച് നല്ലതുപോലെ ഇളക്കി നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിന് കുഴച്ചെടുക്കണം. നമ്മുടെ തേപ്പിലയുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വയ്ക്കാം. ഞാൻ നമ്മുടെ തേപ്പിലയുടെ മാവ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഞാനതെല്ലാം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തി ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഉരുളകളെല്ലാം ഓരോന്നായിട്ടെടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. നമ്മുടെ നാട്ടിൽ ഉലുവായില മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടത്തില്ലെന്ന് വിചാരിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മൾ കൂട്ടാൻ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ മുഴുവൻ ഉലുവ ഉണ്ട്. അത് ഒരു പിടി എടുത്ത് നമ്മളൊന്ന് പാവി കിളിപ്പിച്ചാൽ മതി. നമുക്ക് ഒരാഴ്ച കൊണ്ട് അത് ശരിയായി കിട്ടും. ഇനി അത് പാവി കിളിപ്പിക്കാൻ സ്ഥലമില്ലെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് ഒരു പിടി എടുത്ത് നമ്മുടെ ചെടിച്ചട്ടിയിലോട്ടൊന്ന് പാവിയാൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള ഇല അതിൽ നിന്ന് നമുക്ക് കിട്ടും. ഈ ഇല ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ തേപ്പില ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത് വളരെ അധികം പോഷകാംശമുള്ളതാണ് നമ്മുടെ ശരീരത്തിന്. കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ നല്ലതാണ്. ഡയബറ്റീസ് ഉള്ളവർക്കും പിന്നെ അല്ലാത്തവർക്കും ഒക്കെ ഏറ്റവും നല്ലതാണ്. ഇവിടെ ഗുജറാത്തിലൊക്കെ ആണെങ്കിൽ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണിത്. വളരെയധികം കഴിക്കുന്നവരാണ് ഇവിടെ എല്ലാവരും. ഇത് ഞങ്ങൾ ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇത് ഏറ്റവും നല്ലതാണ്. ഇത് കേടുകൂടാതെ എത്ര ദിവസം വേണമെങ്കിലും അതങ്ങനെ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഇത് അങ്ങനെയാണ് ഇതെല്ലാവരും ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. ട്രെയിനിലെ ഭക്ഷണങ്ങളൊന്നും നമുക്ക് അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇതാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ തേപ്പിലെല്ലാം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഞാൻ അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ ഒരു തേപ്പില റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഉലുവായിലയൊന്നും ഇടാതെയാണ് അന്ന് ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഉലുവായിലയൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഒരു വശം വെന്തതിന് ശേഷം നമ്മളത് തിരിച്ചിടണം. ഉലുവായുടെ ഇല തോരൻ വയ്ക്കാനും ഒക്കെ നല്ലതാണ്. അത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റുള്ളതാണ്. പിന്നെ റൊട്ടിയുടെ കൂടെ കറിയായിട്ടും അത് ഉപയോഗിക്കും. വളരെ ടേസ്റ്റുള്ളതും ഗുണമുള്ളതുമാണ്. അത് കറി വെച്ചാൽ കയ്പൊന്നുമില്ല, നല്ല രുചിയാണ് അതിന്. തിരിച്ചിട്ട് മറ്റേ വശവും
വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് തിരിച്ചിടാം. അപ്പോൾ അത് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. വീണ്ടും അടുത്തത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മുടെ തേപ്പില ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തൈരിൻ്റെ കൂടെ പിന്നെ നമ്മുടെ പുതിന ചട്നിയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. ഇത് ഡയബറ്റീസുകാർക്കും കുട്ടികൾക്കും ഒക്കെ നല്ല ഡയബറ്റീസുകാർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.